പൗരോഹിത്യ സ്വീകരണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രാപ്പോലീത്ത മാർ ജോസഫ് പെരുന്തോട്ടത്തിന് സ്വീകരണം നൽകി യുഎഇയിലെ ചങ്ങനാശ്ശേരി പ്രവാസി അപ്പസ്തോലേറ്റ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അതിരൂപതയിലെ ഒരു മെത്രാപ്പോലീത്തയ്ക്ക് വിദേശത്ത് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സ്വീകരണവും അനുമോദനവും നൽകുന്നത്. ചെണ്ടമേളവും മുത്തുക്കുടയുമായാണ് പിതാവിനെ ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചത്. ദുബായിൽ വെച്ച് നടത്തപ്പെട്ട പരിപാടിയുടെ ഏറ്റവും വലിയ സവിശേഷത യുഎഇയിൽ താമസിക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതാംഗങ്ങളായ 50 ഗായകർ ചേർന്ന് ലൈവായി ഒരുക്കിയ മംഗളഗാനമാണ്. എടത്വ മര്യാപുരം സ്വദേശി ടോജോ മോൻ ജോസഫ് രചനയും കൈനഗിരി സ്വദേശി വിൻസെന്റ് കണിച്ചേരിൽ സംഗീത സംവിധാനവും നിർവഹിച്ച മംഗളഗാനം അനീഷ് പുല്ലേരിൻ്റെ നേതൃത്വത്തിലാണ് അവതരിപ്പിച്ചത്. ഗാനം മംഗളപത്രമായി പിതാവിന് സമ്മാനിച്ചു. പിന്നീട് ഇതൊരു വീഡിയോ ആൽബമായി പിതാവിന് സമർപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. മംഗളഗാനത്തിന് പുറമെ ഗാനമേള, നാടകം, കോമഡി സ്കിറ്റ്, ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചങ്ങനാശ്ശേരി അതിരൂപത മുൻ മെത്രാപ്പോലീത്ത മാർ ജോസഫ് പൗവത്തിൽ പിതാവിൻ്റെ സ്മരണാർത്ഥം നൽകിയ പ്രഥമ പുരസ്കാരത്തിന് ജോർജ് തോമസ്, മിനി തക്കോണിൽ, ബിജു മാത്യു മട്ടാഞ്ചേരി എന്നിവർ അർഹരായി. യുഎഇ ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ അതുല്യ പ്രതിഭ അവാർഡിന് ജോ കാവാലം അർഹനായി. സഭയിലും സമൂഹത്തിലും വിവിധ തലങ്ങളിൽ സുസ്ഥിരമായ സേവനം നൽകുന്നവരെ ആദരിച്ചു. അവാർഡിന് അർഹരായവർക്ക് മാർ ജോസഫ് പെരുന്തോട്ടം പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ജനുവരി 28 നടന്ന ചങ്ങനാശ്ശേരി പ്രവാസി അപ്പസ്തോലേറ്റ് യുഎഇ ചാപ്റ്ററിൻ്റെ വാർഷികവും കുടുംബ സംഗമവും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. യുഎഇ ചാപ്റ്റർ കോർഡിനേറ്റർ ബിജു മാത്യു മട്ടാഞ്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രോഗ്രാം കൺവീനർ ജോർജ് മിനത്തേക്കോണിൽ സ്വാഗതവും തോമസ് പറമ്പത്ത് നന്ദിയും പറഞ്ഞു. യുഎഇ ചാപ്റ്റർ സെക്രട്ടറി ബിനു ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിരൂപത ഡയറക്ടർ ഫാദർ ടെജി പുതുവീട്ടിൽക്കളം മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിജോ മാറാട്ടുകുളം, ഗ്ലോബൽ കോർഡിനേറ്റർ ജോ കാവാലം എന്നിവർ ആശംസകൾ നേർന്നു. ബിജു ഡൊമിനിക്, ജോസഫ് കളം, ജോസഫ്, തോമസ് ജോൺ മാപ്പിളശ്ശേരി, ബിനോ ജേക്കബ്, ജെമി സബാൻ, ഷിജൻ വെല്യാറ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികളാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്.